വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം ടീമീസ് ആണ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം നമ്മളിതാ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റും നല്ല കിടുക്കനായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആദ്യം ഓടി വരാൻ നമ്മുടെ സൈലത്തിൻ്റെ ചാനലിലേക്കല്ലേ അല്ലേ? അപ്പം നിങ്ങൾക്കറിയാം എത്രത്തോളം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തിനുള്ള ഉത്തരവും ഇവിടെ ലഭിക്കുമെന്ന്. അപ്പം അതേ ഉത്തരം പോലെ തന്നെയാണ് എന്ത് നമ്മുടെ ആപ്പ് ലൈവ്സും അതുപോലെ നമ്മുടെ ബാച്ചസും. അതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങളൊക്കെ ആലോചിച്ചിരുന്ന കുറേ സംശയങ്ങൾക്ക് ഉത്തരമായിട്ടാണ്. സെൽ ക്ലസ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുമ്പോഴും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട്സ് വരും. എന്നാലും ഇതൊന്ന് ഇത്രയും ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ കൂടെ പഠിക്കുന്ന സമയത്ത് ഇത് എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാമെന്ന് അറിയില്ല അല്ലേ? അപ്പോൾ ഓണ പരീക്ഷ വരാൻ പോവാണ്. അതിലേക്ക് ഈ ഒരു ചാപ്റ്റർ ഇതാ ഞൊടയിടയിൽ പഠിച്ച് സെറ്റാക്കാനാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പം എങ്ങനെ ഇതുപോലെ ഷോർട്ടാക്കി ഫ്ലൂ ചാർട്ടിലൂടെ പഠിക്കാമെന്നുള്ള ഒരു ഐഡിയ ട്രിക്കുമായിട്ടാണ് മിസ് വന്നത്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും ഇതുപോലെ സിമ്പിളായിട്ട് പഠിക്കട്ടെ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം ഈ സെൽ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ കോശജാലങ്ങൾ എന്ന പാഠത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് കലകൾ അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂസ് രൂപപ്പെടുന്നത് എന്ന് അല്ലേ? അപ്പം നമുക്കറിയാം നമ്മളൊരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ഉണ്ടാകുന്നത് എന്താണ്? സൈഗോട്ട് ആണ്, സിക്താണ്ഡമാണ്. ഈ സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം എന്ത് ചെയ്യുന്നു? ആ ഒരു ഫീറ്റൽ സെൽസ് ആയിട്ട് മാറുകയാണ്. അത് ഡിവൈഡ് ചെയ്ത് എന്ത് സംഭവിക്കുന്നു? നമ്മൾ പറയും സെൽ ഡിവിഷൻ നടക്കുന്നു. എന്താ നടക്കുന്നത് അവിടെ? സെൽ ഡിവിഷൻ അല്ലേ? സെൽ ഡിവിഷൻ, അതാ കോശ വിഭജനം നടക്കുന്നു. ഈ കോശ വിഭജനം നടക്കുന്നത് വഴിയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു സൈഗോട്ട് പിന്നീട് ഫീറ്റൽ സെൽസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഭ്രൂണകോശങ്ങളായി മാറുന്നത്. അപ്പോൾ ഈ ഭ്രൂണകോശങ്ങൾ എന്ത് ചെയ്യും? പിന്നെയും വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഭജിക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? സെൽ ഡിഫറൻഷിയേഷൻ നടക്കുന്നു. എന്താണ്? സെൽ ഡിഫറൻഷിയേഷൻ നടക്കുന്നു. അതായത് കോശ വൈവിധ്യവൽക്കരണം സംഭവിക്കുന്നു. അതായത് ഓരോ കോശങ്ങളും എന്ത് ചെയ്യുന്നു? അവരുടേതായ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അവരുടേതായ ഒരു ഘടനയായി അവർ തന്നെ ഒരു ഫങ്ഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഈ ഭ്രൂണകോശങ്ങളിലുള്ളവർ, ഫീറ്റൽ സെൽസിലുള്ളവർ തന്നെ ഓരോ കോശമായി അവരുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അവരുടെ സ്ട്രക്ചറായിട്ട് മാറാൻ പോവുകയാണ്. അതിനെയാണ് നമ്മൾ സെൽ ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അത് കഴിയുമ്പോൾ ഈ നമ്മുടെ ഫീറ്റൽ സെൽസ് അവർ ഓരോ ഫങ്ഷനും സ്ട്രക്ചറുമായി മാറുമ്പോൾ അതിൽ നിന്ന് നെർവ് സെൽസ് നാഡീകോശങ്ങളായി മാറുന്നു, ബോൺ സെൽസ് അസ്ഥികോശങ്ങളായി മാറുന്നു, മസിൽ സെൽസ് പേശി കോശങ്ങളായി മാറുന്നു, അതുപോലെ ബ്ലഡ് സെൽസ് രക്തകോശങ്ങളായി മാറുന്നു. ഇങ്ങനെ സിക്താണ്ഡം ഭ്രൂണകോശങ്ങളായി വിഭജിക്കുന്നു. ഭ്രൂണകോശങ്ങൾ സെൽ ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ കോശ വൈവിധ്യവൽക്കരണം വഴി ഓരോന്നും ഓരോ സ്ട്രക്ചറായി ഫങ്ഷനായി മാറുകയാണ്. അങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് സെല്ലുകൾ നമ്മുടെ ബോഡിയിൽ വരുന്നത്. അപ്പോൾ ഈ ഓരോ സെല്ലുകൾ ഫോം ചെയ്യും. അങ്ങനെ നെർവ് സെല്ലും മസിൽ സെല്ലൊക്കെ ഫോം ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ വീണ്ടും ഡിവിഷൻ നടന്ന് വീണ്ടും പുതിയ ടിഷ്യൂസ് ആയിട്ട് മാറുന്നു. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ആനിമൽ സെല്ല് ടിഷ്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഈ ഒരു കാര്യം ആനിമൽ സെല്ല് മാത്രമല്ലല്ലോ, പ്ലാന്റ് സെല്ല് നമുക്ക് പഠിക്കണ്ടേ? അപ്പം മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നിങ്ങൾ എപ്പോഴും ഓരോ സംശയവും ഡൗട്ടും ഒക്കെ വരുമ്പോഴും നിങ്ങൾ ആദ്യം ഓടിയെത്താൻ നമ്മുടെ സൈലത്തിൻ്റെ ചാനലിലേക്ക് തന്നെയാണ്. അപ്പം അതിനുള്ള ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു സംശയം പോലും ഇല്ലാതാക്കാനാണ് നമ്മുടെ ഈ ഒരു ബ്രഹ്മോസ് ബാച്ച് അതുപോലെ തന്നെ യോധ ബാച്ചും ഉള്ളത്. ബ്രഹ്മോസ് ബാച്ച് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമ്മുടെ NMMC ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും ഫ്രീ ആയിട്ടാണ് നമ്മൾ ബ്രഹ്മോസ് ബാച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നേരെ ബ്രഹ്മോസ് ബാച്ചിലേക്ക് വരിക. ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക? നേരെ ബ്രഹ്മോസ് ബാച്ചിൽ വരിക. NMMC നല്ലോണം പഠിക്കുക. ഇനി നമുക്ക് എങ്ങനെ എല്ലാ ക്ലാസ്സിലേക്കും ഇനി ഈ ഒരു 3 ചാപ്റ്റർ കഴിഞ്ഞാൽ ഇനിയും ഉണ്ട് കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാൻ. അതൊക്കെ ഒരു സംശയമില്ലാതെ ഡീറ്റെയിൽ ലൈവ് ക്ലാസ്സിലൂടെ പഠിക്കണമെങ്കിൽ നമ്മുടെ ഈ യോധ ബാച്ചിലേക്ക് വരിക. അവിടെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ലഭ്യമാണ്. എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കേട്ടല്ലോ? അപ്പം താഴെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരവാണ് നമ്മുടെ ഈ ഒരു യോധ ബാച്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആനിമൽ സെല്ല് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതാ പ്ലാന്റ് ടിഷ്യൂസ് എങ്ങനെ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു നോക്കാം. പ്ലാന്റ്സിൽ ആദ്യം ഉണ്ടാവുക മെരിസ്റ്റമെറ്റിക് സെല്ലുകളാണ്. അതായത് ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്ത്
എപ്പോഴും ഇങ്ങനെ ഡിവിഷൻ നടക്കുന്ന കോശങ്ങളെയാണ് നമ്മൾ മെരിസ്റ്റമിക കോശങ്ങൾ അല്ലെങ്കിൽ മെരിസ്റ്റമിക് സെൽ എന്ന് പറയുന്നത്. ഈ മെരിസ്റ്റമിക് സെല്ല് എന്ത് ചെയ്യുന്നു? അവർ മെരിസ്റ്റമിക് ടിഷ്യൂസ് ആയിട്ട് മാറുന്നു. ആ സെല്ലുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പായി മാറുന്നു. അതാണ് മെരിസ്റ്റമിക് ടിഷ്യൂസ് അല്ലെങ്കിൽ മെരിസ്റ്റമിക കല. ഇവർ പിന്നെ എന്ത് ചെയ്യുന്നു? അവർ മെച്യൂർ ആവുന്നു. എന്ത് സംഭവിക്കുന്നു? അവർ മെച്യൂർ ആവുന്നു. മെച്യൂർ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? പ്രായമായില്ലേ, നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്തു? കാര്യപ്രാപ്തിയായി, സ്വയം കാര്യപ്രാപ്തിയായി, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിവായി. അങ്ങനെ മെച്യൂറായി കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? അവർ പാരൻ കൈമയായി മാറുന്നു, അതുപോലെ കോളൻ കൈമയായി മാറുന്നു, സ്ക്ലീറൻ കൈമ, അതുപോലെ തന്നെ ഫ്ലോയം, സൈലം, ഇതൊക്കെ ആയിട്ട് മാറുന്നു. മനസ്സിലായോ? അപ്പം ഓരോ കോശങ്ങളും മെരിസ്റ്റമിക് സെല്ലായിരുന്നു, അത് മെരിസ്റ്റമിക് ടിഷ്യൂസായി, മെരിസ്റ്റമിക് കലകളായി മാറി. അവർ പിന്നീട് എന്ത് ചെയ്യുന്നു? മെച്യൂറായി മാറുന്നു. അല്ലേ? മെച്യൂർ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ആ ഒരു ടിഷ്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? വളർച്ചയെത്തിയ കോശമായി മാറുന്നു. അങ്ങനെ വളർച്ചയെത്തിയ കോശമായി മാറുമ്പോൾ അവരെന്തു ചെയ്യുന്നു? പലതരത്തിലുള്ള കോശങ്ങളിലാക്കി മാറുന്നു. അതായത് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, അതുപോലെ തന്നെ സൈലം, ഫ്ലോയം എന്നിങ്ങനെ വിവിധ തരത്തിലേക്കായി മാറുന്നു. ക്ലിയർ ആയോ മക്കളെ? ഇങ്ങനെയാണ് ഓരോ കലകളും രൂപപ്പെടുന്നത്. പഠിച്ച് സെറ്റല്ലേ? ഇനി ആനിമൽ ടിഷ്യൂസ് നമുക്ക് നോക്കാം. പല ടൈപ്പ് ഓഫ് ആനിമൽ ടിഷ്യൂസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തേതാണെന്ത്? എപ്പിത്തീലിയൽ ടിഷ്യൂ, ആവരണ കല എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തെ മുഴുവൻ പൊതിഞ്ഞ് നമ്മുടെ സ്കിന്നിലൊക്കെ കാണുന്നത്, നമ്മുടെ ഓർഗൻസിനൊക്കെ കവർ ചെയ്യുന്നത് ഏതാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, ആവരണ കലയാണ്. രണ്ടാമത്തേതാണ് നമ്മുടെ നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകല എന്ന് പറയുന്നത്. അത് നമ്മുടെ ബ്രെയിന്, നമ്മുടെ സ്പൈനൽ കോഡ്, നമ്മുടെ നട്ടലിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് സുഷുമ്നാ നാഡിയുണ്ട്. അതുപോലെ നമ്മുടെ നെർവ്സ്, ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഏതാണ്? ഈ ഒരു നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകലയാണ്. മൂന്നാമതായിട്ട് നോക്കുക, മസ്കുലാർ ടിഷ്യൂ, പേശികല. നമുക്ക് ഓടണം, ചാടണം, കൈയൊക്കെ അനക്കാനൊക്കെ പറ്റണം, കാര്യങ്ങൾ നമ്മുടെ വർക്കൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മസിൽസ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ മസ്കുലാർ ടിഷ്യൂ, പേശികലയുള്ളത്. പിന്നെയാണ് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ, യോജക കല എന്ന് പറയുന്നത്. യോജക കലയിൽ വീണ്ടും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. എന്തൊക്കെയുണ്ട്? നമ്മുടെ ബോൺ, അസ്ഥിയുണ്ട്, ബ്ലഡ്, രക്തമുണ്ട്, കാർട്ടിലേജ്, അല്ലേ, തരുണാസ്ഥി ഉണ്ട്. ഇതുപോലെ പല ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പം പല കലകളെയും യോജിപ്പിക്കുന്നതാണെന്ത്? ഈ ഒരു യോജക കല അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മുടെ പ്ലാൻ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ഇതാ പാരൻ കൈമ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. കോളൻ കൈമ എന്ത് ചെയ്യുന്നു? കോർണേഴ്സിൽ തിക്കനിങ് ആയിട്ട് വളയാനും ബെൻഡ് ചെയ്യാനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ മൂന്നാമതായിട്ട് സ്ക്ലീറൻ കൈമ, അല്ലെ, ആ ഒരു പ്ലാന്റിന്റെ വണ്ണം കൂട്ടാൻ അതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നത് സ്ക്ലീറൻ കൈമയാണ്. പിന്നെ കണ്ടക്റ്റീവ് ടിഷ്യൂസ്, അല്ലെ, നമ്മുടെ വാസ്കുലർ ടിഷ്യൂസ് അല്ലെങ്കിൽ സംവഹന കലയുണ്ട്. വെള്ളവും ജലവും അല്ലെങ്കിൽ വാട്ടർ, ഫുഡും ഇതെല്ലാ ഭാഗത്തേക്കും എത്തിക്കാനാണ് സൈലം, അതുപോലെ തന്നെ ഫ്ലോയവും നമുക്കുള്ളത്, അല്ലെ, സൈലവും ഫ്ലോയവും ഉള്ളത്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽ ടിഷ്യൂസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കിതാ വളരെ ചെറിയ ഫ്ലൂ ചാർട്ട്സിലൂടെ വെറും മിനിറ്റുകൾ കൊണ്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ആനിമൽ ടിഷ്യൂസും പ്ലാന്റ് ടിഷ്യൂസും സിമ്പിളാക്കി എങ്ങനെ പഠിക്കാമെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് നിങ്ങളുടെ ഇഷ്ടങ്ങളും കമൻസുകളും ഒക്കെ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്യാൻ വേണ്ടി മിസ് ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. എല്ലാവരും ആൻസർ ചെയ്യണം. ആരും ആൻസർ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടിഷ്യൂസിൽ നമ്മൾ 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് പഠിക്കുന്നുണ്ട്. ഈ ടിഷ്യൂസിൽ നമ്മുടെ ടെൻഡൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതെന്താണ് ചെയ്യുന്നത്? മസിൽസിനെ കണക്ട് ചെയ്യുന്നത്, അല്ലെ, മസിൽസിനെയും അതുപോലെ ബോൺസിനെയും കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെൻഡൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അസ്ഥികളെയും പേശികളെയും നമ്മുടെ ബോൺസിനെയും മസിൽസിനെയും കണക്ട് ചെയ്യുന്നത് ഏത് ടിഷ്യൂസ് ആണ് എന്ന് എന്ത് ചെയ്യുക? അതൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളുമായിട്ട് പറയാൻ മിസ് വീണ്ടും വരും നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആൻഡ് ബൈ, സീ യു, ലവ് യു ആൾ.